ഈ ഒരു പയ്യനെ വിജനമായ ഒരു സ്ഥലത്തു നിന്നും നിഗൂഢമായ ഒരു ശവപ്പെട്ടി ലഭിക്കുന്നു. അതിലെ ഗ്ലാസ് വഴി അതിനകത്ത് ഒരു വിചിത്രമായ കാഴ്ച കണ്ട് അവനിപ്പോൾ പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഞെട്ടിച്ചുകൊണ്ട് അത് വളരെ കൃത്യതയോടെ നിർമ്മിച്ച ഒരു മെക്കാനിക്കൽ ശവപ്പെട്ടിയാണ്. അങ്ങനെ ഇത് കണ്ട് ഷോക്കായവൻ ഉടനെ അവന്റെ കൂട്ടുകാരൻ ജെയ്ക്കിനെ വിളിച്ച് ഞെട്ടിക്കുന്ന കാഴ്ച കാണിച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ അതൊരു പുരാവസ്തുവാണ്. അതിൽ നിന്നും ചിലപ്പോൾ അവർക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ സാധിച്ചേക്കും. പക്ഷേ ജെയ്ക്കാണെങ്കിൽ ഇപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു കീ തിരിച്ചതും പെട്ടെന്ന് അതിലെ മെക്കാനിസം വർക്കായി അതിലെ ഗിയറുകൾ റൊട്ടേറ്റ് ചെയ്ത് മെഷീനിന്റെ നടുവിലുണ്ടായിരുന്ന ഒരു അക്വേറിയത്തിലെ ഗോൾഡ് ഫിഷ് ഇപ്പോൾ പെട്ടെന്ന് ചത്തുപോവുകയാണ്. എന്നാൽ ഞെട്ടിച്ചുകൊണ്ട് കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം ഗോൾഡ് ഫിഷിന് വീണ്ടും ജീവൻ വരുന്നു. ആ കാഴ്ച കണ്ട് യഥാർത്ഥത്തിൽ ആ മെഷീനിന്റെ ഉപകാരം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരുപാട് പുരാതന പുസ്തകങ്ങൾ വഴി ആ മെഷീനെ കുറിച്ച് പഠിക്കുകയാണ്. അതിലൊരു ബുക്കിൽ പറയുന്നത് മെഷീൻ നിർമ്മിച്ചതിന്റെ ഉദ്ദേശം എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ മരണത്തെ ഒരു നിമിഷം അനുഭവിച്ച് നോക്കാനാണ്. ഇത് കാരണം തന്നെ മാർക്ക് ഇപ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ രണ്ടും കൽപ്പിച്ച് ആ ഒരു ശവപ്പെട്ടിയിൽ കടന്ന് കൂട്ടുകാരോട് അത് ഓണാക്കാൻ പറയും. എന്നാൽ തൊട്ടടുത്ത നിമിഷം മാർക്കിന്റെ കണ്ണിലേക്ക് ഒരു നീല വെളിച്ചം അടിച്ച് ഇപ്പോൾ പെട്ടെന്ന് മരണപ്പെടുകയാണ്. ആ കാഴ്ച കണ്ട് ഭയന്ന് പറിച്ച് അവന്റെ കൂട്ടുകാർ ശരീരം പരിശോധിച്ചുകൊണ്ടിരിക്കെ മാർക്കിന്റെ ആത്മാവ് ഇപ്പോൾ അവന്റെ ബോഡിയിൽ നിന്നും പുറത്തേക്ക് വന്ന് അവന്റെ സ്വബോധത്തിൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ എല്ലാം കാണുന്നുണ്ടായിരുന്നു. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം അവന്റെ ബോഡിയിൽ നിന്നും തിരിച്ചു വന്ന മാർക്ക് ഇപ്പോൾ അവൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ അവന്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇത് കേട്ട് ആകാംക്ഷ തോന്നിയവർ സമയം കളയാതെ ഒരു ശവപ്പെട്ടി ഉപയോഗിച്ച് നോക്കാൻ തീരുമാനിക്കുന്നു. അടുത്തതായി അവന്റെ കൂട്ടുകാരൻ ജെയ്ക്ക് അവന്റെ പാതി തളർന്ന ശരീരവുമായി ഒരു ശവപ്പെട്ടിയിൽ കിടക്കുകയാണ്. പക്ഷെ ഞെട്ടിച്ചുകൊണ്ട് ഡിസേബിൾ ആയ ശരീരത്തിൽ നിന്നും എഴുന്നേറ്റ് അവന്റെ ആത്മാവിന് നോർമലായ ഒരു മനുഷ്യനെ പോലെ നടക്കാൻ സാധിക്കുന്നു. ഇത് കാരണം തന്നെ ഇപ്പോൾ ജെയ്ക്കിന്റെ മനസ്സിൽ വളരെ കൊടൂരമായ ഒരു ആഗ്രഹം വരികയാണ്.